പുതുവർഷം പിറക്കുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പേരുകളിൽ ഒന്നാണ് ബാബ വാംഗെ. വാംഗെ മരിച്ചിട്ട് കാൽനൂറ്റാണ്ടിലധികം പിന്നിട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ലോകം മുഴുവനുമുണ്ട്. ബാബ വാംഗെ തന്റെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നടത്തിയ പ്രവചനങ്ങൾ പലതും സത്യമായിരുന്നുവത്രേ. അതിൽ ഡയാന രാജകുമാരിയുടെ മരണവും ചെർണോബിൽ ദുരന്തവും മുതൽ അൽ ഖ്വയ്ദ യുഎസിൽ നടത്തിയ ആക്രമണവും നാട് നടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ വാംഗെയുടെ 2026 പ്രവചനങ്ങളാണ് ചർച്ചയാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സൈനിക നീക്കം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നതാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്ത ഈ ആക്രമണം വെറുമൊരു സംഘർഷം മാത്രമല്ല, ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് വാംഗെയുടെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. 2026 തുടക്കത്തിൽ കിഴക്ക് നിന്നും ഒരു മഹായുദ്ധം ആരംഭിക്കുമെന്ന വാംഗെയുടെ പ്രവചനം നിലവിലെ സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഈ പ്രവചനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭീതിയും ആകാംക്ഷയും ഒരുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം രൂപപ്പെട്ടത്. ഇത് ലോകത്തെ മൂന്നാം മഹായുദ്ധത്തിന്റെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വാംഗെയുടെ പ്രവചനങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. 2026 തുടക്കത്തിൽ കിഴക്ക് നിന്നും ഒരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് വാംഗെ പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ ഏറ്റുപിടിച്ച സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 1996 അന്തരിച്ച പ്രവാചകയായ വാംഗെ 2026 തുടക്കത്തിൽ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നതായും ആ യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ. പ്രവചന പ്രകാരം ഈ യുദ്ധം യൂറോപ്പിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും അവിടുത്തെ ഭൂമി പാഴ്നിലമായി മാറുമെന്നും വാംഗെ പ്രവചിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾക്കൊടുവിൽ റഷ്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറുമെന്നും അവരുടെ പ്രവചനത്തിലുണ്ട്. ഈ സംഘർഷം ക്രമേണ ലോകമെമ്പാടും പടരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. വാംഗെയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനങ്ങളിൽ ഒന്ന് 2026 ലോകം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നത് തന്നെയാണ്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമെന്നും ചൈന തായ്വാനെ പിടിച്ചെടുക്കാനുള്ള സാധ്യത, റഷ്യ യുക്രൈൻ യുദ്ധം, കിഴക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയും ഇതിലേക്ക് നയിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. 2026 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ് പ്രവചനം. ലോകശക്തികളുടെ കേന്ദ്രം ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് ചൈനയിലേക്ക് മാറുമെന്നും വാംഗെ പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2026 ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നും തായ്വാൻ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് പ്രവചനം. രാഷ്ട്രീയപരമായ മാറ്റങ്ങളെ കുറിച്ചും വാംഗെ സൂചന നൽകിയിട്ടുണ്ട്. റഷ്യയിലെ ഒരു പുതിയ നേതാവ് 2026 അധികാരത്തിലെത്തുമെന്നും ഇത് യുക്രൈന്റെയും അയൽ രാജ്യങ്ങളുടെയും ഭാവിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുമെന്നും പറയപ്പെടുന്നു. ഇപ്പൊ പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു. അതിനുശേഷം ഇറാൻ പ്രത്യാക്രമണം തുടർന്നു. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് ഇറാൻ ആക്രമിച്ചു. അവിടുന്ന് അങ്ങോട്ടാണ് സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമായത്. നിലവിലെ ഈ സാഹചര്യങ്ങൾ ബാബ വാംഗെയുടെ പ്രവചനവുമായി ഒത്തുപോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വാംഗെയുടെ 2026 മറ്റു പ്രവചനങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. 2026 ലോകം വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയെ കീഴടക്കുമെന്നും മനുഷ്യർക്ക് അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്താൻ കഴിയുമെന്നുമൊക്കെ വാംഗെ പ്രവചിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള വാംഗെയുടെ മറ്റൊരു മുന്നറിയിപ്പാണ് 2026 ഞെട്ടിക്കുന്ന മറ്റൊരു പ്രവചനം. ശക്തമായ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വെള്ളപ്പൊക്കം, അതിതീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ 2026 ഉണ്ടാകാം. ഭൂമിയുടെ 7 മുതൽ 8% പ്രദേശങ്ങളെ വരെ ഇത് ബാധിച്ചേക്കാമെന്നും പറയുന്നുണ്ട്. AI മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും ചിലപ്പോൾ അത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തു പോകുമെന്നും വാംഗെ പറഞ്ഞതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. മനുഷ്യരാശിക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും ബാബ പ്രവചിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ വസ്തു അല്ലെങ്കിൽ ബഹിരാകാശ പേടകം പ്രവേശിക്കുമെന്നും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ബാബ വാംഗെയുടെ പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഈ സമയത്ത്.